ഞാൻ അരുൺകുമാറിലേക്ക് വരും. അരുൺ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇല്ലാതിരുന്നുകൊണ്ട് ശ്രീകുമാർ വിസ്മയം എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് തന്നെ എടുക്കേണ്ടി വന്നു. അതിന് ആധാരമായത് ഞാൻ ഈ വിസ്മയം എന്നതിനെ ബന്ധപ്പെടുത്തി സമീപകാലത്ത് വിസ്മയം സംഭവിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പക്ഷേ അദ്ദേഹവും കോൺഗ്രസും ഡിസൈൻ ചെയ്യാത്തതായ വിസ്മയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഭാവിയിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് കണ്ട് വിസ്മയിച്ചയാളാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ജയിലിലാണ്. അങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ രാജിവെക്കാൻ പബ്ലിക്കായി ആവശ്യപ്പെടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ, വിശേഷിച്ച് സണ്ണി ജോസഫ് പറഞ്ഞത് കയ്യിൽ പിടിച്ച് രാജിവെപ്പിക്കാനാകുമോ എന്ന് മറുപടി പറഞ്ഞ് ചോദിച്ചവരെ വിസ്മയിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് പോയാൽ അവിടെ CMDRFിലേക്കൊന്നും ₹1 പോലും കൊടുക്കാതെ നാട്ടുകാരെ കോൺഗ്രസ് വിസ്മയിപ്പിച്ചു. MP മാരും MLA മാരും ഭൂരിപക്ഷം പേരും അത് കൊടുക്കാതെ നാട്ടുകാരെ വീണ്ടും വീണ്ടും വിസ്മയിപ്പിച്ചു. അങ്ങനെ വിസ്മയത്തിൻ്റെ നിരവധിയായ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിസ്മയത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു. അദ്ദേഹം കൊട്ടാരക്കരയിലേക്ക് പോയി വിസ്മയത്തിൻ്റെ ഒരു അർത്ഥവ്യത്യാസം പറഞ്ഞുതരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ബീഹാറിലേക്ക് പോയി. ബീഹാറിൽ വലിയൊരു വിസ്മയം നടന്നു. മുഴുവൻ കോൺഗ്രസ് MLA മാരും BJP-യിൽ ഇത്രയൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വിസ്മയം എന്ന വാക്ക് CPM-കാരെ ഇത്രയധികം എന്താ പറയുക അരിശം കൊള്ളിച്ചു, അല്ലാതെ ബാധിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം. അതിനോട് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? 2, വിസ്മയം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ജോസ് കെ മാണി വ്യക്തത വരുത്തി സംസാരിച്ചിട്ടും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടും ഇപ്പോൾ ശ്രീകുമാർ പറയുന്നത് അദ്ദേഹം ഇപ്പോഴും LDF വിടുമെന്നും അങ്ങനെ എന്തോ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം അത് പറഞ്ഞു. പത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നുകൂടി പറഞ്ഞു വെച്ചു. അത് അരുൺ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വിസ്മയം നിങ്ങളെ അരിശം കൊള്ളിക്കുന്ന, വല്ലാതെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ VD സതീശൻ്റെ വിസ്മയം? വിസ്മയം എന്ന വാക്കിൻ്റെ അർത്ഥം അത്ഭുതം അല്ലെങ്കിൽ ആശ്ചര്യം എന്നതാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത് ബീഹാറിലെ സംഭവം. പ്രത്യേകിച്ച് അത്ഭുതമല്ല, കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്നുള്ള BJP-യുടെ MP-മാരിൽ 1/3 ആളുകളും പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഈ BJP-യുടെ മുഖ്യമന്ത്രിമാരായിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നവർ പഴയകാല കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ നിരവധി നമ്മൾ കണ്ടു. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ്സുകാരും BJP-ആയിട്ട് മാറുന്നു. അതും വലിയ കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നു. മഹാമുന്നണിയുടെ ഭാഗമായിട്ട് അണിനിരന്നു. 61 സീറ്റുകൾ ചോദിച്ചു വാങ്ങി. അതിൽ 6 സീറ്റ് മാത്രമാണ് ജയിച്ചത്. പലരെയും തോൽപ്പിച്ചു. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരാണ് ബീഹാറിലെ കോൺഗ്രസ് MLA-മാർക്ക് മാതൃകയായത്. തീർച്ചയായും ആയിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന 1 മാസം കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ കോൺഗ്രസ് MLA-മാരും BJP-ആയിട്ട് മാറുക എന്നുള്ളത് വലിയ അത്ഭുതമാണ്, വലിയ ആശ്ചര്യമാണ്. കാരണം ഒരാൾ പോലും നിന്നില്ലല്ലോ. നമ്മൾ ഇതിനു മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടു. അരുണാചൽ പ്രദേശിലടക്കം പ്രേമ ഖഡുവിന്റെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി. ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസ് ആണ്, ഈ പത്രസമ്മേളനം കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം BJP-ആണ് എന്ന് പറഞ്ഞ് പോയപ്പോഴും ഒരാൾ കോൺഗ്രസിൽ, ഒരു MLA കോൺഗ്രസിൽ അവശേഷിച്ചിരുന്നു. 43-ൽ 42 പേരാ പോയത്. ഇത് 100% പോയിരിക്കുകയാണ്. ആ ആശ്ചര്യവും അത്ഭുതവും എല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ അടുത്ത കാലത്ത് എന്തെല്ലാം ഉണ്ടായി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു വികസനം ചർച്ച ചെയ്യാൻ കോൺഗ്രസിന് ധൈര്യമില്ല. ഇവർ പലതരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ഇതുപോലെയുള്ള പരിപാടികളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ കൊട്ടാരക്കരയിൽ 3 തവണ MLA ആയ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ, ജീവിതത്തിന്റെ മൊത്തത്തിൽ ഉള്ള ജീവിതത്തിന്റെ 1/3 പൊതുപ്രവർത്തന രംഗത്ത് ഭരണാധികാരിയായി അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ച ഒരാൾ അവസാനം വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ വിളിച്ചു കൊണ്ടുപോയി ഇതേ കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുത്ത് ദേ വിസ്മയം വിസ്മയം എന്ന് എഴുതി കാണിക്കുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാനം അന്വേഷണം വന്ന് നിൽക്കുന്നത് പോറ്റിയെ കയറ്റിയ സമയത്ത് ഇവിടെ ദേവസ്വം മന്ത്രി KC വേണുഗോപാൽ ആയിരുന്നുവെന്നും കൊടിമരം കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന തീരുമാനം, അതിലുള്ള വാജി ശില്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം, അതിലെ ഓരോ ഘട്ടം എടുത്ത് പരിശോധിച്ചാലും കോൺഗ്രസിന്റെ റോള് ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉയർത്തപ്പെട്ട ഒരു കാര്യവും കോൺഗ്രസിന് ഒരു ദിവസത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഏറ്റവും ആദ്യം അവരെന്താ, അവിടെ ബത്തേരിയിലെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കടക്കു പുറത്ത്, വലിയ മുദ്രാവാക്യമായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞവരോടാണോ കടക്കു പുറത്ത് എന്ന് 5,92,000 വീടുകൾ ലൈഫ് പദ്ധതിയിൽ കിട്ടിയവർ ചോദിക്കേണ്ടത് എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചു.
ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും. 55,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി മാറ്റിയതിന്റെ ഭാഗമായി നേട്ടങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒറ്റ ശബ്ദത്തിൽ കടക്കൂ പുറത്ത് എന്ന് ചോദിക്കേണ്ടത് ആരോടാണ് എന്ന് ഈ കേരളത്തിൽ മുഴങ്ങി കാണുകയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് പറഞ്ഞവർ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും, ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം വരുത്തി അമേരിക്കയെ വരെ വിവിധ രംഗങ്ങളിൽ നമ്മൾ പിന്നിലാക്കി മാറ്റിയ നേട്ടങ്ങൾ, ആരോഗ്യ മേഖലയിൽ കുതിച്ചു മുന്നേറിയ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞവരോടല്ലേ കടക്കു പുറത്ത് എന്ന് പറയേണ്ടതെന്ന് കേരളം ചോദിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തുരങ്കപാത ഒരിക്കലും പണി തുടങ്ങാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ വി ഡി സതീശന്റെ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ ദേശീയപാത ഉദ്ഘാടനം ചെയ്ത് അങ്ങനെ മാന്യനാകാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പ്രസംഗിച്ച ശ്രീ കെ മുരളീധരന്റെ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേശീയപാതയ്ക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരോടല്ലേ കടക്കൂ പുറത്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയാൻ പോകുന്നത്. ഈ വിഴിഞ്ഞം പദ്ധതി സമർപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും, അത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ട. ആദ്യം വിഴിഞ്ഞം പദ്ധതി എന്നേക്കുമായി നിർത്തിവെക്കണം എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസംഗവും ഇപ്പൊ പൊതുസമൂഹത്തിലുണ്ട്. അപ്പോ ഇവർ പറഞ്ഞ മുദ്രാവാക്യങ്ങളെല്ലാം അപ്പോൾ തന്നെ പിൻവലിച്ചു പോകേണ്ട. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു ചൂരൽമല മുണ്ടക്കൈ, ഇതുവരെ ഒരു കല്ല് പോലും ഇടാൻ കഴിയാതെ ആനയിറങ്ങുന്ന പറമ്പ് 2.5 ഏക്കർ മേടിച്ചിട്ട് അവിടെ ഞങ്ങൾ 100 വീട് 200 വീട് എന്നൊക്കെ പറഞ്ഞ് 30 സെക്കൻഡ് കൊണ്ട് 300 വീട് പണിത ആ വിസ്മയം, അത്ഭുതം, ആശ്ചര്യം നമ്മുടെ മുന്നിലുണ്ട്. കർണാടക ഗവൺമെന്റ് കൊടുത്ത 10 കോടിയും കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ കേന്ദ്രീകരിപ്പിക്കുന്ന ആ ഒരു മറുപടി എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിസ്മയങ്ങളും ആശ്ചര്യങ്ങളും അതുപോലെ അത്ഭുതങ്ങളുമായിട്ട് പൊക്കോ. ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിച്ച് അവർക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അതുകൂടി കേട്ട്. ഞാനിപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അങ്കമാലി മണ്ഡലത്തിന്റെ കീഴിൽ നിരവധി വീടുകൾ, 100 കണക്കിന് വീടുകൾ കയറി ഇറങ്ങി നിരവധി ആളുകളെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെ വരെ കണ്ട് അവരുടെ അഭിപ്രായം കേട്ട് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചിട്ടാണ് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് വിസ്മയമെല്ലാം തീർന്നു. ഞങ്ങൾ കൃത്യമായി വികസനത്തിലും ക്ഷേമത്തിലും ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ശരി, നമുക്ക് ഏതായാലും ഇന്നത്തെ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി വാർത്തകളിൽ വന്നിട്ടുള്ളതാണ് അരുൺ ഇപ്പോൾ പറഞ്ഞ CPM-ന്റെ ഗൃഹ സന്ദർശന പരിപാടിയും ഒക്കെ, അതുമൊക്കെ ഈ ചർച്ചയുടെ ഭാഗമായി കടന്നു വരും.